കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എക്കാലവും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കഴിഞ്ഞ കുറേ കാലങ്ങളായി അവർ അതിനകത്തുള്ള ഒരു 10 വർഷക്കാലമായി സംഘടനാപരമായി അതിനകത്തുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ പടലപ്പടക്കങ്ങളെല്ലാം തന്നെ പുകഞ്ഞ് കണ്ണൂർ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ മാധ്യമങ്ങൾ എന്തിനാ കോൺഗ്രസിന്റെ പുറകെ പോകുന്നത്? നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പോയിട്ടില്ല. അങ്ങനെ കുറ്റപ്പെടലല്ല ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയിൽ കണ്ണൂരിൽ വലിയ കലഹമാണ് നടക്കുന്നത്. അതെ, അതാണ് നമുക്ക് ആ വിഷയം ചർച്ച ചെയ്യാം. നമുക്ക് ആ വിഷയം നമ്മൾ ഇതുവരെ വിട്ടിട്ടില്ല. അല്ല, ഞാൻ പറയുന്നത് നമ്മൾ ആ വിഷയം അല്ല നമ്മൾ ആ വിഷയം നമ്മൾ ചർച്ച ചെയ്യണം. കണ്ണൂർ പോലെ ഒരു ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ എന്താണ്? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ആ ജില്ലയിൽ ആ സംഘടനാ സംവിധാനം വളർത്തിയെടുത്ത നേതാക്കന്മാർ, അവരെല്ലാവരും തന്നെ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് എന്താ? ഇന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അധപ്പതനത്തിന് വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ട് അവർ പ്രവർത്തിക്കേണ്ട സാഹചര്യം വരുന്നു. ഇത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായി ആ കണ്ണൂർ ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ MLA ആയിരിക്കുന്ന ആളുകൾ MLA സ്ഥാനം പോലും രാജിവെക്കാതെ നേരെ പോയി BJPയിൽ മെമ്പർഷിപ്പ് എടുത്തും അവർ മത്സരിക്കുകയാണ്. അവർക്ക് BJPയിലേക്ക് പോകാൻ യാതൊരു വിധമായ ഐത്തവും ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ഇവിടെ നമ്മളെ ചർച്ച നിങ്ങളുടെ നേതാവ് K സുധാകരൻ ഇത് എന്താണ് കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അല്ല, ഞാൻ മഞ്ജുഷേ, നിങ്ങൾ ഇതെല്ലാം പറയുമ്പോഴും K സുധാകരൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവിന് അദ്ദേഹത്തിന് നിയമസഭയിലേക്ക് മത്സരിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം കോൺഗ്രസ് പാർട്ടിയോട് പ്രകടിപ്പിക്കുന്നതിന് എന്താണ് തെറ്റ്? ഒരു തെറ്റുമില്ല. എന്താണ് തെറ്റ്? അദ്ദേഹത്തിന് മത്സരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പ്രകടിപ്പിക്കുന്നത് എന്താ തെറ്റ്? കടുപിടുത്തം പിടിക്കുന്നതിലാണ് തെറ്റ്. ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന് നിങ്ങൾ ഈ CPM-നകത്തുള്ള നേതാക്കന്മാർ എടുക്കുന്ന സ്റ്റാൻഡ് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. CPM-നകത്ത് സിറ്റിംഗ് MLA പോയി BJPയിൽ മത്സരിക്കാൻ പോവുകയാണ്, 2020 ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഒരു സിസ്റ്റമോ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ അസ്വസ്ഥതയുള്ള ആളുകൾ BJPയുടെ ഭാഗമായി മാറുന്നതൊന്നും നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. ഇവിടെ കോൺഗ്രസിലെ ഈ ആഭ്യന്തര കലഹം ജനങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ അത് നടക്കാതിരിക്കുന്നതിന് വേണ്ടി ആയി പോകരുത് എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ വളരെ വ്യക്തമായി അത്തരം ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ BJPക്കകത്തുള്ള പടലപ്പടക്കങ്ങൾ പുറത്തുവിടൂ. ഞാൻ മഞ്ജുഷിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി തരാനാണ് ഇരിക്കുന്നത്. വളരെ കൃത്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. BJPക്കകത്തുള്ള പഠനപട്ടക്കങ്ങൾ നിങ്ങൾ വാർത്തയാക്കി ഇന്നത്തെ സ്ക്രീൻ ടൈം, ഞാൻ ഇന്ന് രാവിലെ മുതൽ ചാനലുകൾ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. രാവിലെ മുതലുള്ള സ്ക്രീൻ ടൈം, രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ സുധാകരൻ എങ്ങോട്ട് പോകും? സുധാകരൻ BJPയിലേക്കോ, സുധാകരൻ CPM-ലേക്കോ, സുധാകരൻ സ്വതന്ത്രനായിട്ടോ, സുധാകരൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, സുധാകരൻ കുളിക്കാൻ പോകുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വാർത്ത കൊടുക്കുക. നിങ്ങൾക്ക് ഒരു മ്ലേച്ഛ തോന്നുന്നില്ല?